വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതിവേഗം കോൺഗ്രസിന്റെ പ്രധാന മുഖമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പതനവും പെട്ടെന്നായിരുന്നു. കന്നിപ്പോരാട്ടത്തിൽ പാലക്കാട് തിളക്കമാർന്ന വിജയം നേടിയ രാഹുൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ടതോടെ കോൺഗ്രസ് ഗത്യന്തരമില്ലാതെ കൈയൊഴിഞ്ഞു. രാഹുലിന്റെ ഉയർച്ചയുടെയും വീഴ്ചയുടെയും കഥയിലേക്ക്. ഉയർച്ച പോലെ തന്നെ അതിവേഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീഴ്ചയും. കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളും കൃത്യമായ മറുപടികളുമായി ഈ 36-കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു. മികച്ച പ്രാസംഗികനായും ചാനൽ ചർച്ചകളിൽ വക്താവായും തിളങ്ങി. പത്തനംതിട്ട അടൂരുകാരനായ രാഹുൽ 2006-ൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തുന്നത്. പിന്നെ യൂത്ത് കോൺഗ്രസ് പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രധാന വക്താവായി ഉയർന്ന രാഹുൽ 2016-ൽ NSUI ദേശീയ സെക്രട്ടറിയും 2020-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 2020-ൽ KPCC അംഗവുമായി. 2023-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെയാണ് പാലക്കാട് നിന്നും 2024-ൽ കന്നിപ്പോരാട്ടത്തിൽ MLA ആയി മാറിയത്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷ റെക്കോർഡുകളും തകർത്ത് രാഹുൽ നിയമസഭയിലെത്തിയപ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. പക്ഷേ 2025 ഓഗസ്റ്റ് 20-ന് നടി റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ചതോടെ എല്ലാം മാറിമറിഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക പീഡന ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. നവംബർ 20-ന് രാഹുലിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ രാഹുൽ ഒളിവിൽ പോയി. രാഹുലിനെതിരെ വീണ്ടും മറ്റൊരു പെൺകുട്ടി കൂടി ആരോപണം ഉന്നയിച്ചതോടെ കോൺഗ്രസും കൈവിടുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.